नमस्ते बच्चों, एक बार फिर हिंदी ऑनलाइन कक्षा में आप सभी को स्वागत। ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഹിന്ദിയുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം അയാം കലാം കി ബഹാനി. മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു സിനിമാ സംബന്ധമായ ഒരു ലേഖനം, ഫിലിമി ലേഖാണ് അയാം കലാം കി ബഹാനി എന്ന് പറയുന്ന ഈ ഒരു അധ്യായം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കൂടെയാണ് ഇത്. ഈ കഥയിലേക്ക്, ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അധ്യായത്തെ രണ്ട് തലങ്ങളിൽ അറിയേണ്ടതുണ്ട്. മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാം കലാം എന്ന് പറയുന്ന ഒരു സിനിമ കാണാനിടയായി. അയാം കലാം എന്ന് പറയുന്നത് ഏകദേശം 12ഓളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ഒരു ചിത്രമാണ്. ഇന്നത്തെ ക്ലാസ്സിനോടുകൂടി ആ സിനിമയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ സിനിമ കാണാനിടയായി. ആ സിനിമ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തൻ്റെ കുട്ടിക്കാലത്തേക്ക്, അങ്ങനെയാണല്ലോ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോഴൊക്കെ മറ്റു പലതും ഓർമ്മ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മുടെ മിഹിറിന് തൻ്റെ കുട്ടിക്കാലത്തേക്ക് ഈ സിനിമ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സിനിമയിലെ ചോട്ടു എന്ന് പറയുന്ന കഥാപാത്രം ഡോക്ടർ APJ അബ്ദുൽ കലാം ആകാൻ ആഗ്രഹിച്ച് അവസാനം കലാമിനെ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത്. ഏകദേശം സമാനമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മളുടെ മിഹിർ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ബാല്യകാലവും അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായ മോർപാലും കടന്നു വരുന്നത്. മോർപാലും ദരിദ്രമായ പശ്ചാത്തലത്തിലൂടെ കടന്നു വരുന്ന, ഏകദേശം ഈ സിനിമയ്ക്ക് സാമ്യതയിലുള്ള, അല്ലെങ്കിൽ ചോട്ടു എന്ന് പറയുന്ന ആ കഥാപാത്രത്തോട് സാമ്യതയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലൂടെയാണ് നമ്മൾ ഈ കഥ, ഈ ഒരു ഫിലിമിലേക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് തുടങ്ങാം. शुरू करें. आप रेडी है ना? अच्छा है. देखो, गांव के स्कूल में मेरा एक साथी था मोरपाल. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് മോർപാൽ. നമ്മുടെ എഴുത്തുകാരൻ മിഹിർ പാണ്ഡെ പറയുകയാണ് കേട്ടോ. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही खींचे पूछे जाने पर बताया था. നമ്മളുടെ മോർപാലിനോട് ഇംഗ്ലീഷ് അധ്യാപകൻ തിവാരി ലുക്ക് എന്ന വാക്കിന്റെ അർത്ഥവും സ്പെല്ലിംഗും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു LOOK लुक. लुक यानी लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहों भी साथ की थी. പേരിലെ അക്ഷരങ്ങൾ, നമ്മുടെ എഴുത്തുകാരന്റെ പേര് മിഹിർ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ പേര് മോർപാൽ, രണ്ടും ആരംഭിക്കുന്നത് എമ്മിലാണ്. അപ്പൊ ആ പേരിന്റെ സാമ്യത കാരണം സ്കൂളില് ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു നിര ഏകദേശം ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. वही मोरपाल जिसकी मेरे गाने के डिब्बे में राजमा देखते ही बांझे गिर जाती. ഈ മോർപാലിന് എന്റെ ഗാനയ്ക്ക് ഡിബ്ബയിൽ ഭക്ഷണം കഴിക്കുന്ന ആ ബോക്സിൽ, അല്ലെങ്കിൽ ചോറ്റുപാത്രത്തില് രാജ്മ ദേഖ്തേ ഹി, രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിപ്പാണ്, ആ പരിപ്പ് കാണുമ്പോൾ ബാൻജെ ഗിൽ ജാത്തി. ബാൻജെ ഗിൽ ജാന എന്ന് പറഞ്ഞാൽ മൻ സന്തുഷ്ട ഹോന, അല്ലെങ്കിൽ മൻ പ്രസന്ന ഹോന എന്നൊക്കെ പറയും. മനസ്സ് സന്തോഷിച്ചിരിക്കും അത് കാണുമ്പോൾ. ഹമാര സൗദാദ, ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഗേൽഗണ്ടി PT ആണ് അല്ലെ, കളിയുടെ സമയമാണ്. ആ സമയത്ത് ഗാനയ്ക്ക് അദല ബദലിക്ക, ഞങ്ങൾ എന്ത് ചെയ്യും, ആ ഭക്ഷണം, ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ എന്ത് ചെയ്യും, അദല ബദലിക്ക്,
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. അങ്ങനെ എങ്ങനെയാണെന്നറിയോ? യാനി മേരെ ടിഫിൻ കി രാജ്മ ചാവൽ, എന്റെ പാത്രത്തിൽ ഉണ്ടാവുന്നത് ചാവൽ റൈസ് അല്ലെ, ചോറും ഈ പറയുന്ന പരിപ്പ് കറിയുമായിരിക്കും. ഉസ്കെ ഉസ്കെ ഘർ സെ ആയ ബഡാ സാ ഛാച്ച് കാ ഡിബ്ബ മേര, അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഒരു വലിയ ഡിബ്ബയിൽ, വലിയൊരു പാത്രത്തില് എന്താ കൊണ്ടുവരുന്നത്? ചാച്ച്. എന്താ ചാച്ച് എന്ന് പറഞ്ഞാല്? മോരാണ്. ഇതാണ് ആര് കൊണ്ടുവരിക? മോർപാൽ കൊണ്ടുവരിക. ഉസേ പദാഥാക്കി ചാച്ച് മേരി കംസോരി, അവൻ അറിയാമായിരുന്നു ഈ മോർ എന്ന് പറയുന്നതിന്റെ കംസോരി, എന്റെ ഒരു വീക്ക്നെസ് ആണ് അല്ലെ, എന്റെ ഒരു ദൗർബല്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ കദൈ അന്ദാസ നഹീ താ, ഒരു കാര്യം മനസ്സിലാക്കണം, ഞാന് മോർപാലിനെ കണ്ടുമുട്ടുന്നത് വരെ എനിക്ക് വിശേഷം അറിയില്ലായിരുന്നു. എന്തെന്നാൽ മേരെ ലിയേ രാജ്മ ജൈസി സാമാന്യ സി ചീസ് കിസി കെ ലിയേ ഇതനി ഖാസ് ഹോ സക്തി ഹൈ, ഏതെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന രാജ്മ പരിപ്പ് ഇത്രമാത്രം ഇഷ്ടമായിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. മോർപാലിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു വസ്തുവിന് ഡിമാൻഡ് ഉണ്ടെന്ന്. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को गाने से पहले कभी राजमा देखा भी नहीं था. മനസ്സിലാക്കണം, നമ്മുടെ മോർപാല് നമ്മുടെ മിഹിർ പാണ്ഡെയുടെ ആ ഒരു ബോക്സിൽ കണ്ട അല്ലെങ്കിൽ ആ ഒരു പരിപ്പ് ആദ്യമായിട്ട് കാണുകയായിരുന്നു. അപ്പൊ അതിന് മുൻപ് ഈ പരിപ്പ് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഓർത്തു വെക്കാൻ മക്കളെ, ദാരിദ്ര്യത്തിന്റെ ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ओके, वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. ഓർത്തു വെക്കുക, നമ്മുടെ മോർപാല് റോസ് പതിവായിട്ട് 15 കിലോമീറ്റർ സൈക്കിൾ पर സവാരി कर സൈക്കിൾ ചവിട്ടിയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. 15 കിലോമീറ്റർ. मैं आज तक नहीं जान पाया कि कैसे वह उस चाच के डिब्बे को रोज 15 किलोमीटर बिना जरा भी छलकाए लिए आता था. എനിക്ക് ഇന്നും അറിയാത്തൊരു രഹസ്യമാണ്, എങ്ങനെയാണ് അവൻ ഈ ഒരു 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടും ആ ഒരു ചാച്ച് കാ ഡിബ്ബ, ആ മോരിന്റെ പാത്രം ഒരല്പം പോലും തുളുമ്പാതെ പുറത്തേക്ക് പോവാതെ എങ്ങനെയാണ് ഇവൻ കൊണ്ടുവന്നിരുന്നത് എന്നത് എനിക്കൊരു വിസ്മയമാണ്. मैं स्कूल जाने में रोया करता, ഞാൻ പതിവായിട്ട് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കരഞ്ഞിരുന്നു. പോകാൻ കരയില്ല, പോകാണ്ടിരിക്കാൻ കരഞ്ഞിരുന്നു. റോസ് നയെ ബഹാനെ ബനായ കർത്ത, അതിനുവേണ്ടി ഓരോ ദിവസവും നയെ ബഹാനെ, പുതിയ പുതിയ എക്സ്ക്യൂസുകൾ, പുതിയ പുതിയ അടവുകൾ ഞാൻ പയറ്റിയിരുന്നു. जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती, ചില ദിവസങ്ങളിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മഴ പെയ്തിട്ട് വെള്ളം കയറും. ആ സമയത്ത് സ്കൂളിൽ എന്ത് കിട്ടും? അവധി കിട്ടും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? വീട്ടില് നൃത്തം ചെയ്യും, സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടും. ലേക്കിൻ മേ സമജ് നഹീ പാതാ താ, പക്ഷേ എനിക്ക് മനസ്സിലായില്ലായിരുന്നു കി എന്തെന്നാൽ മോർപാൽ और उसके जैसे मेरे कई और सहपाठी, മോർപാലിനെ പോലെയുള്ള എന്റെ മറ്റ് സഹപാഠികൾ, ഒരുപാട് സഹപാഠികൾ बिना नागा रोज स्कूल क्यों चले आते थे, ഒരു ദിവസം പോലും അവധി എടുക്കാതെ എന്തിനാണ് സ്കൂളിൽ വന്നിരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അവരുമായി ആ ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, മോർപാലിനും കൂട്ടുകാർക്കും ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം ഏതാണെന്ന് വെച്ചാൽ അവർ പറയും രവിവാർ, സൺഡേ, ഞായറായിരിക്കുമെന്ന്. എന്താ കാരണം? അന്ന് സ്കൂളില്ല. ആ ദിവസമാണ് അവർക്ക് ഏറ്റവും വലിയ സങ്കടം. मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता, എനിക്ക് എന്നും ആ സ്കൂൾ യൂണിഫോം, നീലയും കാക്കി നിറത്തിലുള്ള ആ ഒരു യൂണിഫോം ധരിക്കാൻ എനിക്ക് വെറുപ്പായിരുന്നു. അത് സ്ഥിരമായി ധരിക്കുന്നത് ഞാൻ ഒഴിവാക്കുകയും ചെയ്തു.
വഹി മോർപാൽ മുझे जब भी दिखा പക്ഷേ മോർപാലിനെ ഞാൻ കാണുമ്പോഴൊക്കെ ജബ് മീൻ ദിഖ അവനെ കാണുമ്പോഴൊക്കെ എന്താണ് ഹമേശ വഹി സ്കൂളിൽ യൂണിഫോം പഹനേകി ദിഖ ആ സ്കൂൾ യൂണിഫോം ധരിച്ച് മാത്രമേ ഞാൻ മോർപാലിനെ കണ്ടിട്ടുള്ളൂ. ഏക് ബാർ തോ മുझे याद है ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എന്തെന്നാൽ മൊഹല്ലെ की किसी शादी में ഞങ്ങളുടെ പ്രദേശത്തെ ഒരു കല്യാണത്തിന് उसे वही नीली काकी स्कूल यूनिफॉर्म पहने देख में हैरान हो गया था. ഒരു കല്യാണത്തിന് മോർപാൽ വന്നത് എങ്ങനെയാണെന്നറിയോ? ആ സ്കൂളിലെ ആ യൂണിഫോം ധരിച്ചുകൊണ്ടാണ്. എനിക്കറിയില്ല എന്തുകൊണ്ട് അവൻ ആ കല്യാണത്തിന് പോലും സ്കൂൾ യൂണിഫോം ധരിച്ചു എന്ന്. അന്ന് അറിയില്ല, ഇന്ന് ഇദ്ദേഹത്തിന് അറിയാം എന്തായിരിക്കാം കാരണം. യഹ് മുझे बहुत बाद में समझ आया. പക്ഷേ ആ കാര്യം എനിക്ക് വളരെ ശേഷം പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे गहरा समय समझा करता था. ഞാൻ ആ സ്കൂളിൽ എന്നെ സംബന്ധിച്ച് ആ കുട്ടിക്കാലത്ത് ആ സ്കൂളിൽ ചെലവഴിച്ച സമയമായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങൾ. शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. എന്നാൽ മോർപാലിനെ സംബന്ധിച്ചോ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം ആ സ്കൂളിലെ ദിവസങ്ങളായിരുന്നു. വീട്ടിലെ ആ ഒരു എന്താ പറയാ അത്യധ്വാനവും അതോടൊപ്പം തന്നെ ആ കൃഷിയിടത്തിലെ ആ ജോലി ഏകമാത്ര സമയം മോർപാലിനെ സംബന്ധിച്ച് അവൻ ജീവിതത്തില് ഒരു കുട്ടിയായിരിക്കുന്ന സമയം സ്കൂളിൽ പോകുന്ന സമയത്താണ്. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ അവൻ ചെയ്യുന്നത് അധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ മാത്രമായിരുന്നു അതിൽ നിന്നൊക്കെ അവനൊരു ആശ്വാസം ലഭിച്ചിരുന്നത്. അതാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ട് അവന് സ്കൂളിൽ വരാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞായറാഴ്ച പോലും വെറുക്കാനുള്ള കാരണമൊക്കെ ഇതാണ് മറുപടി. मेरे लिए स्कूल यूनिफॉर्म बोझ थी. എന്നെ സംബന്ധിച്ച് സ്കൂൾ യൂണിഫോം ഒരു ഭാരമായിരുന്നു. मेरे पास उससे बेहतर कपड़े थे. കാരണം എനിക്ക് ആ സ്കൂൾ യൂണിഫോമിനേക്കാൾ നല്ല വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा. ആ വസ്ത്രങ്ങൾ അധികവും ഞാൻ വലിയ വലിയ നഗരങ്ങളിലെ വലിയ വലിയ കടകളിൽ നിന്ന് വാങ്ങിയ വസ്ത്രങ്ങളായിരുന്നു. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी स्कूल यूनिफॉर्म की थी. മോർപാലിനെ സംബന്ധിച്ച് അവന് ഏക വസ്ത്രം എന്ന് പറയുന്നത് ആ നീല കലർന്ന സ്കൂൾ യൂണിഫോം മാത്രമായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കല്യാണത്തിന് പോലും ആ പാവം സ്കൂൾ യൂണിഫോം ധരിച്ചത്. സ്വാഭാവികതാക്കി അതുകൊണ്ടാണ് മോർപാല് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് കല്യാണത്തിൽ പങ്കെടുത്തത്. കാരണം മാറ്റാൻ വേറെ ഒന്നുമില്ല. രണ്ടുപേരും മോർപാലും മിഹിറും രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന കുട്ടികളാണെന്ന് മനസ്സിലാക്കുക. ഇത് കഥയുടെ ഒരു ഘട്ടമാണ്, ഒരു ഫ്ലാഷ് ബാക്ക്. തന്റെ കുട്ടിക്കാലത്തെ ആരോർത്തു? മിഹിർ പാണ്ഡെ ഓർത്തു. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മിഹിർ പാണ്ഡെ ഓർക്കാനുള്ള കാരണം ആ ബിഗ് സ്ക്രീനിൽ അയാം കലാം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം കാണാൻ പോവുകയാണ്. അല്ലെങ്കിൽ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത്. നോക്കൂ, नील माधव पांडा की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. നീൽ മാധവ് പാണ്ഡ അദ്ദേഹമാണ് ആ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത്, അതിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ അയാം കലാം ദേഖ്തേ ഹുയേ ആ സിനിമ കണ്ടപ്പോൾ മുझे अपना बचपन बहुत याद आया. എനിക്ക് എന്റെ കുട്ടിക്കാലം വല്ലാണ്ട് ഓർമ്മ വന്നു. क्योंकि यह फिल्म भी उन्हीं दिलों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് उन्हीं दिलों के बारे में बात करती അല്ലേ, അത്തരം ആ തിരസ്കരിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ആ സിനിമയിൽ അത്തരം കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏത്? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ട ആ ഒരു കഥകളായിരുന്നു അതിലധികവും. हमारा नायक कलाम चाय की दुकान में काम करता है. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടവർക്ക് മനസ്സിലാവും. നമ്മുടെ സിനിമയിലെ നായകനായ ആ കുട്ടി അവൻ കലാമാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്.
അല്ലെ, അവൻ ജോലി ചെയ്യുന്നത് ഒരു ചായക്കടയിലാണ്. उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम साहब बनना. ആ ചായ അടിക്കുമ്പോഴും അവന്റെ മനസ്സിലാഗ്രഹം എന്താണ്? ആ നീളമുടിക്കാരനായ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആവലായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. लेकिन फिल्म में एक और बच्चा भी है. ആ സിനിമയിൽ ഒരു കുട്ടിയും കൂടെയുണ്ട്. റാണി കെ റാണ കാ ബേട്ട രൺ വിജയ്. അതിലെ മറ്റൊരു കഥാപാത്രമാണ് ഒരു റാണയുടെ ബേട്ട, അല്ലെ, റാണിയിലെ റാണയുടെ ഒരു രാജാവിന്റെ മകനായ രൺ വിജയ്. ജിസെ സ്കൂൾ ജാന കതഈ പസന്ദ് നഹീ. ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് ഒരു അല്പം പോലും ഇഷ്ടമില്ലായിരുന്നു. ആരെ പോലെ? ജസ്റ്റ് ലൈക്ക് നമ്മുടെ എഴുത്തുകാരൻ വിക്രം പാണ്ഡെ പോലെ. वही स्कूल जो रण विजय को परीक्षा का डर दिखाकर भयभीत करता है. ആ സ്കൂള് രൺ വിജയെ ഒരു പരീക്ഷ പോലെ, അല്ലെങ്കിൽ പരീക്ഷ വളരെ പേടിയായിരുന്നു സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത്. കലാം കോ ഏക് അലഗ് ജീവൻ ബേഹത്തർ ജീവൻ കാ സപ്ന ദിഖാതാ ഹൈ. കലാം മറ്റൊരു സ്വപ്നവുമായി ജീവിതത്തെ കാണുന്നവരാണ്. फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मजेदार है. ആ സിനിമയിൽ ഈ രണ്ട് കുട്ടികൾ തമ്മിൽ പരസ്പരം മുലാഖാത്ത്, മീറ്റിംഗ്, കൂടിക്കാഴ്ച നടത്തുന്ന രംഗമുണ്ട്. വളരെ രസകരമായ ഒരു മുഹൂർത്തമാണത്. അവർ ഗാസ് ഇഷാര ബി കർത്തെ ഹി. അവർക്കിടയിലുള്ള ആ ഒരു ആംഗ്യ സംഭാഷണം നോക്കൂ. ആ കുട്ടി, നമ്മുടെ കലാം പറയണം, ഇതനി സാരി കിതാബി കായെ കി ഹി. അതായത് സിനിമ കണ്ട കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്കൂൾ ബസിന്റെ അടുത്ത് നമ്മുടെ ഈ കുട്ടി എന്താ പറയാ, ടൈയും യൂണിഫോം ഒക്കെ ധരിച്ച് ബസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ ചായ അടിക്കുന്ന ആ ഒരു ചോട്ടു കലാം ഇവരെ കണ്ടുമുട്ടുകയാണ്. ഫസ്റ്റ് ചോദിക്കാടാ, ഇത്തരം സാരി കിതാബിൻ, ഇത്ര അധിക പുസ്തകമോ? ഇതൊക്കെ ആരുടേതാണ്? രൺ വിജയ്, റാണയുടെ പുത്രൻ പറയാണ്, आपको अंग्रेजी नहीं जाती क्या? ഹിന്ദിയിലെ കൊളോക്കൽ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പൊ ചെക്കൻ പറയുന്നു, എന്ത്, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല? നമ്മുടെ കലാമിന്റെ മറുപടി, തേരേക്കോ പേട് पर चढ़ना आता है, നിനക്ക് മരത്തം കയറാൻ അറിയിച്ചിട്ടുണ്ടായി? രൺ വിജയ്, ഹമീ घोड़े पर चढ़ना आता है. എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. आपको घुड़सवारी आती है? നിനക്ക് ആ ഹോഴ്സ് റൈഡിംഗ്, കുതിരപ്പുറത്ത് പോകാൻ അറിയുമോ? കലാം, मेरे को ऊंट पर चढ़ना आता है. എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. तेरे को क्या ऊंट की दवा काटनी आती है? നിനക്ക് ഒട്ടകത്തിനെ ചികിത്സിക്കാൻ അറിയോ? അവർക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങൽ. इन संवादों के बाद कलाम और रण विजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लिए लेन देन को लेकर दोस्ती हो जाती थी. അങ്ങനെ ഈ രണ്ട് കുട്ടികൾ തമ്മിൽ അവർക്ക് അറിയാവുന്ന അറിവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുന്നു. അവർക്കിടയിൽ നല്ല ഒരു സൗഹൃദം ഉണ്ടാകും. फिल्म की किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है. ഈ സിനിമയിൽ മറ്റൊരു കഥാപാത്രമുണ്ട്, ആ ചായക്കടയുടെ ഓണറായ വ്യക്തി, അല്ലെ? അയാളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടറാണ്? ദുഃഖം ചായ അധൂരെ ഏക് തർഫ പ്രേം, അല്ലെ? നമ്മൾ പറയില്ലേ വൺ വേ പ്രേമം, അല്ലെ? ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. അവർക്ക് ഇങ്ങോട്ടുമില്ല, ഇയാൾക്ക് അങ്ങോട്ടും മാത്രം, അങ്ങനെയുള്ള കഥാപാത്രം. उस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ की फिल्म में देखकर और उनकी नकल करके खुद अमिताभ को जाना चाहता है. മറ്റൊരു കഥാപാത്രം ഉണ്ട് ആ സിനിമയിൽ. ഈ ചായക്കടയിൽ തന്നെ ചോട്ടുവിന്റെ ഒപ്പമുള്ള ഒരു കഥാപാത്രം അമിതാഭ് ബച്ചന്റെ സിനിമകൾ കണ്ട് 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 അമിതാഭ് ബച്ചൻ ആകാൻ വേണ്ടി നടക്കുന്ന മറ്റൊരു കഥാപാത്രം. ഇതാണ് സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ബസ് ഏക് ഫറക് ഹൈ, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫിലിമിൽ കലാം ദില്ലി भी पहुंचता है. സിനിമയിലെ കലാം ഡൽഹിയിൽ എത്തുന്നുണ്ട്. उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. അവൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകാനുള്ള മൗക, അവസരവും ലഭിക്കുന്നുണ്ട്. लेकिन मेरे बचपन में ऐसा नहीं होता. പക്ഷെ എന്റെ കുട്ടിക്കാലത്തെ കഥയിൽ വ്യത്യാസമുണ്ട്. മോർപാൽ का स्कूल 8वीं के बाद छूट जाता है. മോർപാലിനെ സംബന്ധിച്ച് 8ാം ക്ലാസ്സോടുകൂടി ആ പഠനം വിട്ടുപോകും. छुड़वा दिया जाता है, അതായത് അവൻ സ്കൂളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. और वह अपने पिता की तरह आज भी वही खेत मजदूरी करता है. അവൻ ഇന്നും അവന്റെ പിതാവിനോടൊപ്പം, അല്ലെങ്കിൽ പിതാവിനെ പോലെ കൃഷിപ്പണി ചെയ്യുകയാണ്.
इसलिए मेरे लिए कलाम की कहानी 100 में एक की कहानी है. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു കഥയും 100 കഥകളിൽ ഒരു കഥയാണ്. കभी बाकी 99 कहानियों को कभी भूलना नहीं चाहिए. അങ്ങനെ 100 കഥകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, മറ്റു 99 കഥകളെ മറക്കാൻ പാടില്ല. जो हमारे बचपनों में ही, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് വളരെയധികം മധുരിക്കുന്നതാണ്. ഫിലിമി ഹമാരെ നായക അസൽ നാം കലാം നഹി है. സിനിമയിലെ നമ്മുടെ നായകന്റെ യഥാർത്ഥ പേര് കലാം എന്നല്ല. टाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. അവൻ എല്ലാവരും എന്താ വിളിക്കുന്നത്? ചോട്ടു ചോട്ടു എന്നാണ് വിളിക്കുന്നത്. उसकी मां जैसलमेर के किसी सुदूर देहात से आकर उसे बाटी सा की चाय की गड्डी पर काम करने के लिए छोड़ जाती है. നമ്മുടെ ചോട്ടുവിനെ അവന്റെ അമ്മ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് ഈ പറയുന്ന ഈ ചായപ്പൂരക്കാരന്റെ അരികിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ലേ? എന്തിനു വേണ്ടി? എന്തെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അദ്ദേഹത്തെ ബാട്ടി സാബ് എന്നാണ് എല്ലാവരും വിളിച്ചത്. കലാം ഇവരൊക്കെ വിളിച്ചത് ബാട്ടി സാബ്. ചായക്കടക്കാരന്റെ പേര് ബാട്ടി സാബ് എന്നാണ്. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जाती. ആ കടയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ചോട്ടുവിന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയില്ലായിരുന്നു. लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. പക്ഷെ അവൻ ഒരിക്കലും ചോട്ടു ആയിട്ട്, ചോട്ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേരല്ല കേട്ടോ. ഇങ്ങനെയുള്ള കടകളിലൊക്കെ ചെറിയ കുഞ്ഞു അസിസ്റ്റന്റ് ആയി നിൽക്കുന്ന ആളുകളൊക്കെ ഹിന്ദിയിൽ വിളിക്കുന്ന പേരാണ് ചോട്ടു എന്നൊക്കെ. ഓക്കെ, അവൻ ചോട്ടു ആയിരിക്കാൻ ആഗ്രഹിച്ചില്ല. वह खुद ही अपना नाम कलाम रख लेता है. ആര് അവനോട് പേര് വെച്ചാൽ അവൻ പറയുന്നത് കലാം, സ്വന്തം പേര് കലാം എന്നാണ് പറയുന്നത്. इस नाम में उसकी आकांक्षाओं का अक्स है. ആ പേര് പറയുമ്പോൾ തന്നെ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ അവന്റെ ഒരുപാട് ആകാംക്ഷകൾ അവന്റെ മുഖത്തേക്ക് വരും. उसके हाथ की बनाई चाय की जादू है. അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ ഒരു പ്രത്യേക തരം മാന്ത്രിക സ്പർശം ഉണ്ടായിരുന്നു, ജാദു. बाटी साबी उसकी कलाकारी की वाह वाह करते नहीं देखते. അദ്ദേഹത്തിന്റെ ആ ബാട്ടി സാബ് അദ്ദേഹത്തിന്റെ ആ ഒരു ചായയിൽ വളരെ സന്തുഷ്ടനായിരുന്നു. जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. ഇവരുടെ ചായക്കട എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശത്തായിരുന്നു. കലാം സീഖ്നെ में तेज है. കലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഠനം വളരെ വേഗതയിലായിരുന്നു. झट से उनकी बोली सीख जाता है. പെട്ടെന്ന് ആ പറയുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവൻ പഠിച്ചിരുന്നു. और जल्दी ही विदेश से आई ലൂസി മേഡം കാ भी दिल जीत लेते हैं. അങ്ങനെ വിദേശിയായ ഒരു ലൂസി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അവരുടെയൊക്കെ ഇഷ്ടം ആര് സമ്പാദിക്കുന്നു? നമ്മുടെ ചോട്ടു സമ്പാദിക്കുന്നു. ലൂസി മേഡം വാദാ करती है. ലൂസി മേഡം അവന് ഉറപ്പ് നൽകുന്നുണ്ട് कि वे उसे अपने साथ दिल्ली लेकर जाएगा. അവർ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് ഇവനെയും കൂടെ കൂട്ടാറുണ്ട്. दिल्ली में डॉक्टर कलाम है. ഡൽഹിയിലാണ് കലാം. जिनसे मिलकर हमारे कलाम को कुछ करना है. ആ കലാമിനെ കണ്ടിട്ട്, യഥാർത്ഥ കലാമിനെ കണ്ടിട്ട് നമ്മുടെ ഈ കലാമിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാമെന്ന് ലൂസി മേഡം പലപ്പോഴും അവനോട് പറയാറുണ്ടായിരുന്നു. एक दिन, ഒരു ദിവസം रण विजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം നമ്മുടെ ചോട്ടുവിന്റെ സുഹൃത്തായ रण വിജയ്ക്ക് സ്കൂളിൽ ഒരു പ്രസംഗം, ഭാഷൺ, സ്പീച്ച്, ഒരു മത്സരം ഉണ്ടായിരുന്നു. रण विजय परेशान है. അവൻ ആകെ വേവലാതിപ്പെട്ടു. क्योंकि എന്തുകൊണ്ടെന്നാൽ उसकी हिंदी इतनी अच्छी नहीं. അവന് ഹിന്ദി നന്നായി അറിയില്ലായിരുന്നു. कलाम यह जानता है और जब एक अच्छा सा भाषण लिख अपने दोस्त रण विजय को दे देता है. തന്റെ സുഹൃത്തിന് ഈ പ്രസംഗത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ സമയത്ത് കലാം നമ്മുടെ ചോട്ട് ചെയ്തു ഒരു നല്ലൊരു പ്രസംഗം എഴുതിയിട്ട് തന്റെ സുഹൃത്തിന് കൊടുത്തു. रण विजय प्रथम पुरस्कार पाता है. ചോട്ട് എഴുതി കൊടുത്ത, സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത ചോട്ട് എഴുതി കൊടുത്ത ആ പ്രസംഗത്തിന് रण വിജയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. इस बीच राणा से के कारिंदे कलाम के घर तलाशी लेने आते हैं और वहां कुंवर रण विजय की जिस्म के पाक कलाम पर चोरी का आरोप लगाते हैं. നമ്മുടെ കലാം ചോട്ടുവാണ് ആ പ്രസംഗം പറഞ്ഞു കൊടുത്തതെന്ന് നമ്മളുടെ रण വിജയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ സർവൻസിനെ, സേവകരോട് ഇവന്റെ വീട്ടിലേക്ക് ഇവനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞേക്കുന്നു. പക്ഷെ സേവകരെ വീട്ടിലേക്ക് ഇട്ട സമയത്ത് അവരെന്ത് കാണുന്നു? रण विजय की चीजें, രാജകൊട്ടാരത്തിലെ കുറച്ച് വസ്തുക്കള് നമ്മുടെ ചോട്ടുവിന്റെ വീട്ടിൽ വെച്ച് ആ സേവകരെ കാണുന്നു. അങ്ങനെ നമ്മുടെ ചോട്ടുവിനെ എതിരെ മോഷണ കുറ്റം
ഇവർ ചുമത്തുന്നു. സിനിമയിൽ ഏറ്റവും എന്താ പറയാ സങ്കടപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണത്. ലേക്കിൻ കലാം ഫിർ കലാം ഹേ, ഓർത്തു വെക്കണം, നമ്മുടെ ചോട്ടു കലാം കലാമാണ്. इस झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. ഈ ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? തന്റെ മേലുള്ള ആരോപണത്തെ അവൻ അവഗണിച്ചു. यह जानकर कि राणा कुंवर को उससे की दोस्ती की सजा देंगे. അവൻ മോഷണം നിഷേധിച്ചില്ല. അവൻ പറഞ്ഞാൽ മതി എന്ത് ആര് കൊടുത്തതാണ്, തന്റെ സുഹൃത്ത് കൊടുത്താന്ന് പറഞ്ഞാൽ മതി, അവൻ രക്ഷപ്പെടും. പക്ഷെ അവൻ പറഞ്ഞില്ല. കാരണം എന്താണ്? ചോട്ടുവിനെ പോലൊരു കുട്ടിയുമായിട്ടാണ് തന്റെ മകന് സൗഹൃദം എന്ന് അറിഞ്ഞാൽ ആ രാജാവ് കോപിക്കും അല്ലെ, അവനും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവൻ മിണ്ടിയില്ല. ചോരിക്ക ഇൽജാം സഹിച്ചാത്തായി, അവൻ ആ മോഷണത്തിന്റെ ആ ഒരു ആരോപണം ഏറ്റെടുക്കുന്നു, സഹിക്കുന്നു. പറൂനി അപ്പനി ദോസ്തിക്ക് ബാരെമെങ്കിൽ നെഹി ബതാത്ത, അവർക്കിടയിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും നമ്മുടെ ചോട്ടു മിണ്ടിയില്ല. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हम नाम डॉक्टर कलाम को दिल्ली जाकर गुद देगा. അങ്ങനെ നമ്മുടെ കലാം എന്ത് ചെയ്യണ ആ കത്തുമായിട്ട് നേരെ ഡൽഹിയിലേക്ക് എന്ത് ചെയ്യണ ഒറ്റയ്ക്ക് പോവാൻ തയ്യാറാകും. और वह अकेला ही निकल पड़ता है, ഒറ്റയ്ക്കാണ് അവൻ പോകുന്നത്. രാസ്തേ മേ മുഷ്കിലേഹി, ആ യാത്രക്കിടയിൽ അവൻ ഒരുപാട്, സിനിമയുടെ കഥയാണ് പറയുന്നത് കേട്ടോ, ആ യാത്രക്കിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ചോട്ടു അനുഭവിക്കുന്നു. ലേക്കിൻ കഥാ കി അന്ത് മേ കലാം കോ അപ്നി മൻസിൽ മിൽതി ഹൈ, അങ്ങനെ അവസാനം ആ ഒരു സിനിമയില് കലാമുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതോടുകൂടി ചെയ്യുന്നു, അവിടെ ആ ഒരു അവന്റെ ലക്ഷ്യം അവിടെ പൂർത്തിയാകുന്നു. ആ സിനിമ അവസാനിക്കുന്നതാണ് നമ്മുടെ അയാം കലാം എന്ന് പറയുന്ന സിനിമ. ഓക്കെ, ഇതാണ് നമ്മളുടെ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന പാഠത്തിന്റെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു.